രാത്രിയിലേക്ക് അമ്മ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിരിക്കുകയാണേ. നല്ല കാറ്റുള്ളതുകൊണ്ടേ തീ അങ്ങോട്ട് കത്തുന്നില്ല. വൈകുന്നേരം ഞാനും അച്ഛനും കൂടെ ടൗണിൽ പോയപ്പോഴേ കുറച്ച് മീനും പച്ചക്കറിയും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്നും മത്തി അയല നെമ്മീനും ഒന്നും കഴിച്ചാൽ പോരല്ലോ, എല്ലാത്തിന്റെ ടേസ്റ്റ് ഒന്നും അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ട് ഞാനാണ് കേട്ടോ അച്ഛനെയും കൂടെ നിർബന്ധിച്ച് ഈ ഒരു മീൻ മേടിച്ചത്. രാത്രിയിലേക്ക് കോക്കനട്ട് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള വെള്ളമൊക്കെ അമ്മ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ മീനിന്റെ ഒരു രൂപം. തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ പോയി വന്നപ്പോൾ കുറച്ച് മലക്കറിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്നും ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മുറത്തിലേക്ക് നിരത്താൻ പോവാണേ. നല്ല പച്ച കളറുള്ള വള്ളിപ്പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കണ്ടപ്പോൾ നല്ലതാന്ന് തോന്നി, അതുകൊണ്ട് അങ്ങ് വാങ്ങിട്ടോ. പിന്നെ മോരുകറി വെക്കാൻ വേണ്ടി വെള്ളരിക്കയും സാമ്പാർ വെക്കാൻ വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങും തക്കാളിയും, നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ. പിന്നെ വെണ്ടയ്ക്കും അതും ഇതുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറെ കാലമായിട്ട് സവാളയ്ക്കും ഉള്ളിക്കും നല്ല വിലയല്ലേ. ഇപ്പോഴും ചെറിയ ഉള്ളിയുടെ വിലയ്ക്ക് മാറ്റമൊന്നുമില്ല കേട്ടോ. സവാളയ്ക്ക് കിലോയ്ക്ക് 50 രൂപയായപ്പോൾ കുറച്ച് ബൾക്കായിട്ട് അങ്ങോട്ട് വാങ്ങി. കൊച്ചുള്ളി ഇല്ലെങ്കിലും നമുക്ക് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ പടവലങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പരിപ്പും പടവലങ്ങി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പച്ചക്കറി ഉള്ളെങ്കിലും അമ്മ അതുകൊണ്ട് 100 കൂട്ടം കറികൾ ഉണ്ടാക്കും കേട്ടോ. അമ്മയ്ക്ക് നല്ല വെറൈറ്റി കറികളൊക്കെ അറിയാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതും നല്ല നാടൻ സ്റ്റൈലിൽ. എത്ര നല്ല പച്ചക്കറിയാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം